ഹായ് ഡിയേഴ്സ്, ഇതാണ് അക്യുമിനസ് പ്ലാന്റ്സ് കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചെടി. പക്ഷേ ഇത് പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ തിക്കായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഭംഗിയാണെന്ന് കാണാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്ക് സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിൽ ചെറിയ ചെറിയ ഷെയ്ഡ് വ്യത്യാസത്തിലും ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അത് ലൈറ്റ് ഷെയ്ഡിലും ഉണ്ട്, ഇതുപോലെ നല്ല ഡാർക്ക് ഷെയ്ഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ ഫ്ലവേഴ്സിൻ്റെ കളർ വ്യത്യാസത്തിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ ഓരോന്നിൻ്റെയും ഇലകൾക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ചിലത് നീണ്ട് മെലിഞ്ഞതാണ്, ചിലത് നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ളതാണ്, ചിലത് ഡാർക്ക് കളറിലുള്ളതാണ്. അങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ ഇതിൻ്റെ ഫ്ലവേഴ്സിലുണ്ട് കേട്ടോ. ചൈനീസ് ബോൾസം പ്ലാന്റ് പോലെയാണ്, ഓരോ ചെറിയ ചെറിയ വ്യത്യാസത്തിലും ഒരുപാട് ഭംഗിയായിട്ടുള്ള ഒത്തിരി പൂക്കൾ. പക്ഷേ ബോൾസം ചെടിക്കൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്ലാന്റ് അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു. കാരണം അതിനകത്ത് നിന്ന് പിന്നെ മുളച്ച് വരുന്നില്ലല്ലോ. പക്ഷെ അക്യുമിനസ് അങ്ങനെയല്ല. ഈ വർഷം ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് പോയാലും അടുത്ത വർഷം ഇതേ സമയത്ത് സെയിം പോട്ടിൽ മുളച്ച് വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പോട്ട് സേഫായിട്ട് വയ്ക്കുക. 2 ദിവസമോ 3 ദിവസമോ കൂടുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ചെടികൾ നനയ്ക്കുന്നപ്പം ഒന്ന് നനച്ച് കൊടുക്കുക. ഇതുപോലെയാണ് അക്യുമിനസ് ചെടികൾ പ്രൊപ്പഗേഷൻ വയ്ക്കുന്നത്. ഇത് റൂട്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചും കൂടി വലിപ്പമുള്ള ചെടികളാണ് അയച്ചു തരുന്നത്. ഈ ചെടികൾ റൂട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി പിടിക്കും. അപ്പോൾ ഇതൊക്കെ പൂത്ത് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ചെടികളാണ്. ഇത് നാടൻ വെറൈറ്റീസാണ്. നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഈ ഒരു കോംബോ ഓഫറിൽ തരുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ റയർ കളേഴ്സിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടായി വരും. നല്ല ഭംഗിയാണ്. നമുക്കിപ്പോൾ ഒരു ഔട്ട്ഡോറിൽ നല്ലൊരു പ്രകാശം കിട്ടുന്ന സ്ഥലം, അതാണ് ഈ ഒരു പ്ലാന്റിന് വേണ്ടത്. ഓവർ കുത്തുന്ന വെയിലല്ല, ചെറിയൊരു വെയിൽ, ആവശ്യത്തിന് നനവൊക്കെയാണ് ചെടിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇലകൾ നോക്കിയേ, ഓരോരോ പ്രത്യേകതകൾ കാണുന്നില്ലേ. ഇങ്ങനെ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റ്സും അയച്ചു തരുന്നതും നിങ്ങൾക്ക് കിട്ടുന്നതും. അക്യുമിനസ് വാങ്ങി നടാൻ താല്പര്യമുള്ളവരും വാങ്ങി വളർത്താൻ ഇഷ്ടമുള്ളവരും ഒക്കെ ഈ ഒരു സമയത്ത് വാങ്ങി നടുക കേട്ടോ. അല്ലെങ്കിൽ പ്ലാന്റ് ഫ്ലവറിങ് ആവാതെ തന്നെ പോകും. എന്നിട്ട് പിന്നെ അടുത്ത വർഷമേ പ്ലാന്റ് മുളച്ച് വന്ന് പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഈ പ്ലാന്റിൽ ഈ വർഷം തന്നെ ഫ്ലവറിങ് ആവും. അപ്പോൾ പ്ലാന്റ് വാങ്ങാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനത്തെ റയറായിട്ടുള്ള കളേഴ്സൊക്കെ അടങ്ങുന്ന കോംബോ ഓഫർ ഈ ഒരു സമയത്ത് വാങ്ങി നട്ടുള്ളൂ കേട്ടോ. നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കാണുന്നത്. ചില പ്ലാന്റ്സ് കുറച്ചും കൂടി ചെറുതായിരിക്കും, കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഗ്രോത്തിന് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ 5 വെറൈറ്റിയാണ് കാണിക്കുന്നത്. 10 വെറൈറ്റീസാണ് ടോട്ടൽ നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ തരുന്നത്. അപ്പോൾ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ചെടിയാണ്, കുറച്ചും കൂടി വലിപ്പം കുറവായിരിക്കും കേട്ടോ. എല്ലാത്തിൻ്റെയും ചുവടുഭാഗത്ത് റൈസോം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഓർഡിനറി വെറൈറ്റീസിൻ്റെ റൈസോം പോലെയല്ല, കുറച്ചും കൂടി കുഞ്ഞ് റൈസോമാണ്, വളരെ ചെറുതാണ്. പ്ലാന്റ് നന്നായി ഗ്രോത്ത് ആയാൽ മാത്രമേ ഈ ഒരു റൈസോം വലിപ്പം വയ്ക്കുള്ളൂ. എന്തായാലും റൈസോം മണ്ണിനടിയിലുണ്ടാവും, ഇല്ലാതെ ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ഇതിൻ്റെ തൈകൾ റൈസോമോട് കൂടിയാണ് ജിഫിയിലേക്ക് വെക്കുന്നത്. അതിനുശേഷം ഇതിനകത്ത് റൂട്ടായതിനു ശേഷമാണ് എല്ലാവർക്കും അയച്ചു തരുന്നത്. നമുക്ക് 10 പ്ലാന്റ്സിന് ടോട്ടൽ റേറ്റ് വരുന്നത് 480 രൂപയാണ്. അപ്പോൾ ഇതുപോലെയുള്ള 10 ഡിഫറെൻറ്റ് വെറൈറ്റി കളേഴ്സ് നമുക്ക് കിട്ടും 480 രൂപയ്ക്ക്. ഓഫർ റേറ്റിൽ തരുന്നതാണ്. കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും വരുന്നില്ല. 10 ഡിഫറെൻറ്റ് വെറൈറ്റീസിന് ആകെ 480 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കുറഞ്ഞ റേറ്റിൽ അക്യുമിനസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും ഈ വർഷം തന്നെ പോയിട്ട് കാണാൻ താല്പര്യമുള്ളവർക്കും ഇപ്പോൾ തന്നെ അക്യുമിനസിൻ്റെ പ്ലാന്റ്സ് വാങ്ങാം കേട്ടോ. നമ്മൾ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത്, വാട്സപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ വഴി ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ.